വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാടൻ ഊണിൻ്റെ പ്രിപ്പറേഷനാണ്. ഇന്നത്തെ ഊണിനൊരു പ്രത്യേകതയുണ്ട്. 4 മാസത്തിന് ശേഷം അമ്മ ഉണ്ടാക്കുന്ന ഊണ് കഴിക്കാൻ പോകുവാണ് ഞാൻ. മീൻകറിയും കപ്പയും പുളിശ്ശേരിയും ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കപ്പ അടുപ്പിലാക്കിയതിന് ശേഷം അത് വേകുന്ന സമയം കൊണ്ട് മീൻ വൃത്തിയാക്കുകയാണ് അമ്മ. കപ്പ ഏതാണ്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം മാങ്ങയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നുകൂടി വെള്ളം വറ്റുന്നത് വരെ ചൂടാക്കാൻ വെക്കണം. അതിനുശേഷം നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. പച്ചമാങ്ങയ്ക്ക് പകരം പുളിഞ്ചിക്കയും ചേർക്കാറുണ്ട്. അപ്പോൾ കപ്പയൊക്കെ നല്ലപോലെ ഉടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മുളകിട്ട് മീൻകറി വെക്കുന്നതിനേക്കാളും എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അമ്മ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ അരപ്പിലേക്ക് പച്ചമുളകിന് പകരം നമ്മളിന്ന് തൊണ്ടൻ മുളകാണ് ഇടുന്നത്. അപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ മറക്കാതെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരു സാധനമായിരുന്നു ഈ തൊണ്ടൻ മുളക്. മീൻകറിക്ക് ഈ മുളക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ തൊണ്ടൻ മുളക്, കറിവേപ്പില, പിന്നെ തക്കാളി, പിന്നെ ഇന്ന് പുളിക്ക് പകരം പച്ചമാങ്ങയാണ് ഇടുന്നത്. നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്. അപ്പം പച്ചമാങ്ങ ഇട്ടാണ് ഇന്ന് മീൻ. അപ്പോൾ നമ്മുടെ ആ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് മീൻകറി തിളപ്പിച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി. അടുത്തിനി മീൻ ഫ്രൈ ചെയ്യാൻ പോകുവാണ്. അപ്പോൾ ഈ മീൻ ആദ്യമായിട്ടാണ് ഇവിടെ വാങ്ങുന്നത്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മീൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് അമ്മ. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞതിന് ശേഷം ബാക്കി വന്ന മാങ്ങാണ്ടി കൊണ്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. നമ്മുടെ കറികളൊക്കെ റെഡിയായി. ഇനി ചോറ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നല്ല സുട ചോറും കപ്പയും മാങ്ങാണ്ടി പുളിശ്ശേരി, മീൻകറി, മീൻ വറുത്തത്, പിന്നെ ഇടയ്ക്ക് അമ്മ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്യാബേജ് തോരനും കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റുണ്ട് മീൻ. നമ്മുടെ ആവോലി മീനിൻ്റെ സെയിം ടേസ്റ്റാണ് എനിക്ക് ഈ മീനും തോന്നിയത്. നല്ല പഞ്ഞി പോലെയുള്ള മീനാണ്. പക്ഷെ മുള്ള് നല്ല കട്ടിയുണ്ട്. ആവോലി മീനും മുള്ളും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ മീനിൻ്റെ മുള്ള് നല്ല കട്ടിയുണ്ട്. മീൻ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. എനിക്കിഷ്ടപ്പെട്ടു.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.